പെരുന്നാളിൻ്റെ തലേ ദിവസം ആണ് നമ്മളിവിടെ ഫിഷും അതേപോലെ തന്നെ ബാക്കി സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങളെല്ലാവരും, ഞാനും രമേശേട്ടനും അച്ഛനും ജയനും ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. മീൻ പിടിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഡിന്നറും ജയന്റെ സ്പെഷ്യൽ. ജയനായോ വീണ്ടും ഞാൻ ക്രിസ്മസിന് ശേഷം ജയൻ അടുത്ത പണി കൊടുത്തിരിക്കുകയാണ്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളി പറഞ്ഞ പോലെ അതൊന്നും തമ്മിൽ എന്ത് ബന്ധം? അല്ല ജയനോട് ചോദിച്ച മനസ്സിലാവോ? എനിക്ക് നല്ല ബന്ധമുണ്ട്. ജയനാണ് അറിയാം ബന്ധമുണ്ട്. എന്ത് വന്നാലും ജയൻ എന്റെ തലക്കല്ലേ ഉള്ള ഈശ്വരാണ്. ഇപ്പൊ ഇന്ന് ജയന്റെ സ്പെഷ്യൽ ഡിഷുകളാണ്. ഫുള്ള് ഫിഷ് ആൻഡ് ചിക്കൻ വെച്ചിട്ട് നമുക്ക് ചിക്കനും വാങ്ങണം. കോണ്ടിനെന്റൽ ഡിഷ്. നമ്മൾ ഫിഷ് വാങ്ങാൻ ഇന്ന് ബേലാപ്പൂർക്കാണ് പോണത് കേട്ടോ. ഈ ഒരു മാർക്കറ്റിൽ അടിപൊളി ഫ്രഷ് ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും. കുറേ വെറൈറ്റീസും കിട്ടും. കാരണം നമ്മൾ മെയിനായിട്ട് ഇന്ന് ഫിഷിൻ്റെ മെനു ആണ്. കൂടുതൽ ഫിഷാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഫിഷ് ആൻഡ് ചിക്കൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റി നമുക്ക് വാങ്ങണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളി ഫ്രഷ് ഫിഷാണ് കേട്ടോ. അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് അമൂറും അതും ഇതും ഒക്കെ വാങ്ങിയിട്ട് ഇതേ നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ ഇതേ ഫിഷും ചിക്കനൊക്കെ വാങ്ങിച്ചു. ഇനി നമുക്കിവിടെ കുറച്ച് കേക്ക്, വെജിറ്റബിൾസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കേക്ക് നോക്കാൻ പോവാണ് കേട്ടോ. ഈവനിങ്ങിലേക്കുള്ള ന്യൂ ഇയർ ആൻഡ് ബർത്ത്ഡേ കേക്ക് നോക്കിയോട്ടെ. നമ്മുടെ ഫേവറേറ്റ് ബേക്കറി നേഷൻ. പിന്നെ ഒരു ഗാർലിക് ലോഫും കൂടെ വാങ്ങാനുണ്ട്. അപ്പോൾ ബേക്കറി നേഷനിൽ മാത്രമല്ല, ഇവിടെ ഈ ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ വന്ന് വാങ്ങിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം തീരും. ഈ ഒരു ഡാർക്ക് ആൻഡ് മെറിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇന്ന് കിടക്കാനൊന്നും ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. കാരണം രാത്രി ഫുൾ ടൈം ഇരുന്ന് കുക്കിംഗ് പറ്റില്ലല്ലോ. എല്ലാവരും കൂടി ഇങ്ങോട്ട് തകൃതിയായിട്ട് തുടങ്ങി. സാധാരണ എല്ലാ ദിവസവും നമ്മുടെ മെയിൻ ഡിഷസും കാര്യങ്ങളൊക്കെ അമ്മയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ സ്പെഷ്യൽ സാധനങ്ങളൊന്നും നമുക്ക് വലിയ പിടുത്തില്ലേ. കോണ്ടിനെൻ്റലൊന്നും അമ്മ അങ്ങനെ ട്രൈ ചെയ്യാറില്ല. നാടൻ ആൻഡ് നോർത്ത് ഇന്ത്യനൊക്കെ ആണെങ്കിൽ അമ്മ സൂപ്പറാണ്. അപ്പോൾ ഇന്ന് മൊത്തം നമ്മുടെ ആ ഒരു കോണ്ടിനെൻ്റൽ സ്പെഷ്യൽ ടൈപ്പ് സാധനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കഷ്ടപ്പെടണം എന്നാൽ മാത്രമേ ഉള്ളൂ. ഇതേ കലാകാരനെ ഏൽപ്പിച്ചുള്ള പ്രശ്നം. രമേശേട്ടനോട് കുറച്ച് കഷ്ണം നോക്കാൻ പറഞ്ഞപ്പോൾ ചെയ്തതാണ്. ഈ 2026 രമേശേട്ടനാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത്. കാരണം മൂപ്പർക്ക് കുക്കിങ്ങിൽ വലിയ പിടുത്തും താല്പര്യവും ഒന്നും ഇല്ലാത്ത കാരണം ബാക്കിയുള്ള പണികൾക്കൊക്കെ ആൾ ഉഷാറാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു കാര്യത്തിലല്ലേ ഇൻട്രസ്റ്റ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് കനിഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്നാലാണ് വേഗം മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ജയനാണ്. ജയൻ്റെ ഡിഷുകളൊക്കെ. പക്ഷെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഇതിൽ ബേബി പൊട്ടറ്റോ, പാഴ്സ്ലി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, പിന്നെന്താണ് ഒറിഗാനോ അല്ലേ. ബേബി പൊട്ടറ്റോ ആദ്യം വേവിക്കാം, ഫ്രൈ ചെയ്യാം. എയർ ഫ്രയർ ഓവനിൽ ചെയ്യാം. അച്ഛൻ ഇവിടെ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ്. പൊട്ടറ്റോ പൊട്ടിക്കാം. അതൊക്കെ അല്ലാത്തല്ല പൊട്ടിക്കിട്ട്. എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ ഒരു ട്രിപ്പ് ക്ലിയർ ആക്കി പോയിട്ടല്ലോ. ഗീതു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നിട്ടോ. ഞാനിവിടെ വെജിറ്റബിൾസ് ഗീതു വെജിറ്റബിൾസ് വേവിക്കാൻ പോവാണ്. എല്ലാവരും ഭയങ്കര ബിസിയാണ് അവിടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. ഞാനും ഭയങ്കര ബിസിയാണ്. ഞാൻ മാത്രം കുളിച്ചില്ല. ഇതൊക്കെ ഡ്രസ്സ് മാറ്റി മാറ്റും. ഇതല്ല അവളുടെ ഡ്രസ്സ്, ന്യൂ ഇയർ പാർട്ടിയുടെ. അത് ഡ്രസ്സൊക്കെ ബാക്കി പിന്നെ ചെയ്യാറുള്ളത് ഇതിൻ്റെ ഡ്രസ്സാണ്. അപ്പം കണ്ട വെജിറ്റബിൾസ് മുഴുവനും നമ്മളിതേ ബോയിൽ ചെയ്ത് ജസ്റ്റ് വെക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റി സോസാണ്. നമുക്ക് കുറച്ച് മയണൈസ്, കുറച്ച് ചീസ് സ്പ്രെഡോ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. കെച്ചപ്പും കൂടെ കൂട്ടിയിട്ട് എല്ലാത്തിനും ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെയുള്ള എന്തിനും ചെയ്യാം. ഇത് അമൂറാണ് കേട്ടോ. അമൂറിലും നമ്മളൊരു സംഭവം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പൈനാപ്പിൾ ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിഷുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഷോർട്സ് ഇടായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റെസിപ്പീസ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. എന്നിട്ട് ആറ്റിറ്റ്യൂഡ് വായ പൊളിക്കുക. അതാണ് ആറ്റിറ്റ്യൂഡ്. അതന്നെ വേഗം എടുത്തോ. അങ്ങനെ തന്നെ വായ പൊളിച്ച് നിക്കണം. അപ്പോഴാണ് ഇവിടെ ഗീതും കുട്ടികളും കൂടി ഗംഭീര ഫോട്ടോ സെഷനാണ് കേട്ടോ. നിക്കിക്കുട്ടനാണെങ്കിൽ ഫോട്ടോന് പോസ്റ്റ് ചെയ്യാനും അതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അഭിനയം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ എവിടുന്ന് എപ്പോഴൊക്കെയോ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. കാലും മണ്ണിക്ക് വെച്ചിട്ട്
ഇതിലിപ്പോൾ എന്തൊക്കെ ഇട്ട്? ഇതിലിപ്പോ ആ ചീസ്, മയണൈസ്, കുരുമുളക്, തൈമൊക്കെ ഇട്ട്, ഒറിഗാനോ എല്ലാം കൂടെ ഇട്ട് സോസാക്കി അത് ഈ ചിക്കൻ ബ്രസ്റ്റിൽ ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ്. ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാല്ലേ, ചെയ്യാം. ചീസാണ് കേട്ടോ അത്. നമ്മൾ സ്പൈസ് അധികം വെക്കുന്നില്ല, സ്പൈസ് ഇവിടെ ആർക്കും അധികം പറ്റില്ല, അതുകൊണ്ട് പട്ടി പണി എടുപ്പിക്കുക. ബംഗാളിയും മലയാളിയും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതൊന്നും എനിക്ക് ഉണ്ടാക്കാറില്ല ഈ സ്റ്റൈൽ. ഫുൾ കോണ്ടിനെന്റലാണ്. എന്തായി? അവിടെ എന്താണ് ഇടി അടി തുടങ്ങി. എന്താ മീൻ ഫ്രൈ ഉണ്ടാവില്ല. ചീസ് പൊടിക്കും. അത് അതിനേക്കാളും നല്ല മെൽറ്റ് ചെയ്യായിരുന്നു കുറച്ച് ചൂടുവെള്ളത്തിൽ. റെസിപ്പീസൊക്കെ അപ്പം ഞാനിത് ഈ വീഡിയോയിൽ ജയനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കുറച്ച് മനസ്സിലായവർക്ക് ഏകദേശം ട്രൈ ചെയ്തൊക്കെ ഇത് അടിപൊളി ഡിഷാണ് കേട്ടോ. കുറച്ച് ചിക്കൻ എടുത്ത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി, ബാക്കി കുറച്ച് ഹണി ഗ്ലേസ്ഡ് ചിക്കനും പോലെയാണ് ഉണ്ടാക്കിയത്. ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് സ്റ്റാർട്ടേഴ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നത്. ഈ മെയിൻ ഷെഫിന് നല്ല നല്ല കുക്കിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, പെട്ടെന്ന് എന്താ ഉണ്ടാക്കിയതെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിപ്പി ആകെ ഒരു ഹറി ബറി ആയത് കാരണം ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഹായിക്കുന്ന കാരണം ഭയങ്കര ഈസി ആയിട്ട് തന്നെ വേഗം വേഗം ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാനിത് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി വന്നു. ഇന്ന് കുറച്ച് സിമ്പിൾ ആവാന്ന് വിചാരിച്ചു. എല്ലാ കൊല്ലം ബ്ലാക്കും ബ്ലൂവും റെഡും അല്ലേ, പിന്നെ കുറച്ച് ഒരു ലൈറ്റ് ഷെയ്ഡിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് പകലിട്ട ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. ഇപ്പോൾ മാറ്റാൻ വയ്യ. ഒരു ബ്ലാക്കും കൂടെ ഉണ്ടായിരുന്നു, അത് നാളെ രാവിലെ ഇടാം. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഒരു സമയം 8:10 കറക്റ്റ് പറയുകയാണെങ്കിൽ 8:15. അപ്പോൾ നമ്മളിനിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ സ്റ്റാർട്ടേഴ്സ് കുറച്ചൊക്കെ റെഡിയായി. ഗാർലിക് ബ്രെഡ് മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു, ബാക്കിയെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കി ഒന്നാകെ കഴിക്കേണ്ട, 12 മണി വരെ ഇരിക്കണല്ലോ. അപ്പോൾ ഓരോ സ്റ്റാർട്ടേഴ്സായിട്ട് ഇങ്ങനെ റെഡിയാക്കുന്നു, കഴിക്കുന്നു, പിന്നെ അടുത്ത കിച്ചണിൽ പോയി ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അങ്ങനെ ഒരു 12:30-1 മണി വരെയൊക്കെ നമുക്കിങ്ങനെ ഇരിക്കണമല്ലോ. അതാണ് പരിപാടി കേട്ടോ. ഫുൾ ഡിഷുകളും ജയൻ്റെ, ഞങ്ങൾ ജസ്റ്റ് ഹെൽപ്പേഴ്സ് മാത്രമാണ്. ഇത് ഞാൻ എല്ലാ റെസിപ്പി കാണിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷെ പകുതി എടുത്തുള്ളൂ, ബാക്കിയൊന്നും ശരിയായില്ല. കാരണം ഒരു കറക്റ്റ് പ്രോപ്പർ റെസിപ്പിയാണോ വെച്ചാൽ ജയൻ അപ്പോഴെന്താണെന്ന് തോന്നുന്നത് അവിടെ 2-3 കിട്ടി കഴിയുമ്പോൾ തന്നെ പിന്നെ പകുതി അത് പകുതി ഇത് കുറെ ഡിഷുകളുണ്ട്. നിന്നെ പുകഴ്ത്തുന്നു ജയ, ജയ നിന്നെ പുകഴ്ത്തുന്നുണ്ട് ഇവിടെ. അതെന്താ ചോക്ലേറ്റോ? ഹണി സോസ് അത് നോക്കണ്ടോ. ഒക്കെ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇതായി. അപ്പോൾ എന്താ വെച്ചാൽ കംപ്ലീറ്റ് റെസിപ്പി കാണിക്കാൻ പറ്റില്ല, പക്ഷെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, വെജിറ്റബിൾസ് ഇപ്പോൾ അത് ഹണി ചിക്കൻ റെഡി ആയിട്ടുണ്ട്, പൊട്ടറ്റോ എന്തോ റെഡി ആയിട്ടുണ്ട്, ഇതിനൊന്നും പേരില്ല എന്നാണ് പറയണത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രോപ്പർ റെസിപ്പി ആണെങ്കിൽ പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാഡിങ് സൂപ്പറായിട്ടുണ്ട്, മിത്ത് അവിടെ സൂപ്പറായി വരുന്നുണ്ട്, നിക്കി അവിടെ സൂപ്പറായി വരുന്നുണ്ട്. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് റെഡിയാവും. ചൂടുണ്ടാവും. ഇത് തന്നോളൂ. പാവം അവൻ 1 മണിക്കൂറായി വന്നിട്ട് നമുക്ക് പരിത്തരാം കേട്ടോ. ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹണി ചിക്കൻ ഓൺലി സ്റ്റാർട്ടേഴ്സ് അല്ല കേട്ടോന്ന്, പിന്നെ മെയിൻ കോഴ്സ് സ്റ്റാർട്ടേഴ്സ്, ഡ്രിങ്ക്സ്, ഡിസേർട്ട്സ് ആണ് നമ്മുടേത്. പിന്നെ വിശപ്പ് മാറിയില്ലെങ്കിൽ ജസ്റ്റ് ഗാർലിക് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. ഇനി വിശപ്പ് മാറിയില്ലെങ്കിൽ നമ്മൾ പാസ്ത ഉണ്ടാക്കും. പക്ഷെ ഇതൊക്കെ വിശപ്പ് മാറും. വിശപ്പ് മാറാൻ നിറയെ വെജിറ്റബിൾസ് പുഴുങ്ങി വെച്ചിട്ട് വിശപ്പ് മാറണം. അല്ല വിശപ്പ് മാറും. നന്നായി. പിന്നെ സ്വീറ്റ് ഉണ്ടല്ലോ, നമുക്ക് പേടിക്കാൻ മാറ്റിക്കോളണം നിങ്ങള്. അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെയല്ലേ ടേസ്റ്റ്. മാഡി 1 മണിക്കൂറായി ഇവിടെ വന്നിക്കണോ, വിശക്കുണ്ട് തോന്നുന്നുണ്ട്. അവര് ഫുഡ് ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടമല്ലേ. ഇനിയിപ്പോ നോക്കുന്ന വേണ്ട, നേരിട്ട് കഴിക്കാം. അങ്ങനെ ഫസ്റ്റ് സെറ്റ് ഓഫ് കുക്കിംഗ് ഏകദേശം തീരാറായപ്പോൾ നമ്മളിത് ആ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. മാഡിക്കും ജയനെ പോലെ തന്നെയാണ് കുക്കിങ്ങും അതേപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനാണെങ്കിലും അത് അറേഞ്ച് ചെയ്യാനാണെങ്കിലും. അപ്പോൾ മാഡി ഇങ്ങനെ കൂടെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മാഡിക്കും കുറച്ച് ജോലി കൊടുത്ത് ദേ നമ്മുടെ പൊട്ടറ്റോ അടിപൊളിയായി എയർ ഫ്രയറിൽ നമ്മളൊരു 10 മിനിറ്റ്സ് അങ്ങനെ 20 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ഇതുപോലെ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എയർ ഫ്രയറിൽ അങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് സാധനങ്ങളൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ടേബിൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് പിന്നെ എൻ്റെ ഫേവറേറ്റ്
ഫേവറേറ്റ് സംഭവങ്ങളാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ തന്നെ ചെയ്യാൻ വെച്ച് മാഡിയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾക്കും നമുക്കൊക്കെയുള്ള മോക്ടെയിൽ ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ. 1-2 ജ്യൂസ് വാങ്ങുക, അതായത് ക്രാൻബെറി എപ്പോഴും നല്ലത്, ആപ്പിൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുക, കുറച്ച് സോഡ ഒഴിക്കുക, പിന്നെ ലെമൺ ജ്യൂസ്, അതുപോലെ പുതിന, ഇതൊക്കെ കൂടിയിട്ടിട്ട് ഒന്നാക്കി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. മോക്ടെയിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നിക്കി കുട്ടനെ എൻ്റർടൈൻ ചെയ്യിക്കലാണ് മിത്തുവിൻ്റെ ഏറ്റവും ഇപ്പോഴത്തെ പരിപാടി. നിക്കിക്കാണെങ്കിൽ മിത്തുവിനെ ഭയങ്കര കാര്യമാണ് കേട്ടോ. ഓരോ കാര്യത്തിലും മിത്തു ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നാലെ നടക്കും. അപ്പോൾ ഞാനൊരു ആംബിയൻസ് സെറ്റ് ചെയ്യാവുന്ന പരിപാടിയിലാണ്. കാരണം നമുക്ക് എന്താ പറയുക, ഒരു ന്യൂ ഇയർ വൈബ് വേണം, ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒരു ആംബിയൻസും കൂടെ നമുക്ക് സെറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഭയങ്കര ഇരുട്ടായപ്പോൾ ഞാൻ ലൈറ്റൊക്കെ പിന്നെ ഇട്ടു. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ 2 ടൈപ്പ് ഓഫ് ചിക്കൻ, ഗാർലിക് ബ്രെഡ്, പിന്നെന്താ പൊട്ടറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക സ്റ്റാർട്ടേഴ്സ്. ഒരു പ്രത്യേകതരം എന്താ പേര് പറയുന്നുണ്ട്, ചിക്കൻ ചീസ് എന്നോ, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ, ഗാർലിക് ബ്രെഡ്, ജയൻ സ്പെഷ്യൽ സോസ്, പിന്നെ പൊട്ടറ്റോ നമ്മൾ എയർ ഫ്രയറിലൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു ഇത് നമ്മളിങ്ങനെ ഒരു മെല്ലെ 2 മണിക്കൂർ ഇരുന്ന് കഴിക്കും. പ്ലസ് കൂടെ നമ്മുടെ ജ്യൂസും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫിഷിലേക്ക് കിടക്കും. നമ്മൾ അടുത്തത് ഫിഷാണ്, സ്റ്റാർട്ടറിൻ്റെ പോലെ എല്ലാം അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഫിഷും പൈനാപ്പിൾ ഗ്രില്ലൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അത് നമുക്കിത് കഴിച്ച് മെല്ലെ ഇരുന്നിട്ട് ചെയ്യാം. കാരണം 8:45 9 മണി ആയിട്ടുള്ളൂ. നമ്മൾ എങ്ങനെയും 12 മണി വരെ ഇരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ ഒരു രസം. രമേശയുടെ സോസ് എടുത്തിട്ടില്ല. ഇത് നമ്മൾ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫുഡ് ഇഷ്ടമുള്ളവർക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ആംബിയൻസ് ഇഷ്ടമുള്ളവർക്കും മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് ജയൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷിൽ ഒന്ന് അല്ലേ? യെസ്, നമ്മൾ രാവിലെ പോയി വാങ്ങിച്ച ഇത് ടൈഗർ പ്രോൺസ് ആണോ? അല്ല, എന്നാൽ പ്രോൺസിനേക്കാളും സാധാരണ ബിഗ് പ്രോൺ അല്ലേ, വലിയ പ്രോൺസിൽ ഒരു സ്പെഷ്യൽ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയൊക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എന്താണെന്നുള്ളത് ഞാൻ ആ സമയത്ത് വോയിസ് ഓവർ ചെയ്തു. ജയന്റെ ഓർമ്മ ഉണ്ടാവില്ല. അത് പക്ഷെ ഗാർലിക് ബട്ടറാണ്, ബട്ടർ ഗാർലിക്, ബട്ടർ, ചില്ലി പൗഡർ, ലെമൺ, എല്ലാ സംഭവങ്ങളും കൂടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇനി എന്താ ചെയ്യാ, പാനിൽ ഫ്രൈ ചെയ്യാം. ബട്ടർ ലെമൺ സോസ്. അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. അതോടുകൂടി തന്നെ ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളായി. ശരിക്കും പറഞ്ഞാൽ അത്ര വിശപ്പൊന്നുമില്ല, കാരണം നല്ല അടിപൊളി ഹെവി ആയിരുന്നു. ഇനി നമുക്ക് പ്രോൺസ് ഉണ്ട്, ഈ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ നമ്മൾ എന്താ വാങ്ങിച്ചാ അമൂറുണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്. പഠിക്കാൻ അച്ഛനും ഓരോ റീൽസ് കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി. ഇന്നത്തെ ജിലേബി, എന്തൊക്കെ സാധനങ്ങളല്ലേ. ഇങ്ങനെ അയ്യോ കുറെ ഗാർലിക് തരിക്കണോ, വേണോ, എല്ലാം വേണം എന്ന് പറയുന്നുണ്ട്. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇത് എന്തിനുള്ള സോസാ? ഇത് പ്രോൺസ്, ഗാർലിക് ബട്ടർ പ്രോൺസ് അല്ലേ? ഇത് പ്രോൺസിലേക്കുള്ളൊരു സോസാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ഒത്തൻറ്റിക് റെസിപ്പി ഒന്നുമല്ല കാണിക്കുന്നത്. എന്നാലും ബട്ടറും പാഴ്സ്ലി ലീവ്സും പിന്നെ പാപ്രിക്ക പൗഡർ, ഗാർലിക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇത് ആ ഒരു വലിയ പ്രോൺസ്, ടൈഗർ പ്രോൺസ് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും. ഇത് ജയൻ തന്നെ ക്ലീൻ ചെയ്തെടുത്ത് അവരെ കൊണ്ട് സാധാരണ എല്ലാ ഫിഷും അവർ ക്ലീൻ ചെയ്ത് തരും. ഈ ഒരു സംഭവം നമ്മൾ തന്നെ സ്വയം ക്ലീൻ ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞ് ജയൻ അങ്ങനെ ചെയ്ത് ബട്ടറിലൊക്കെ ഇങ്ങനെ സോട്ട് ചെയ്ത് പിന്നെ എന്തെങ്കിലും ഒഴിച്ചോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അവസാനം ഇങ്ങനെയാണ് വന്നത്. എന്തായാലും നല്ല കിടു ടേസ്റ്റ് ആയിരുന്നു. ഇത് സെക്കൻഡ് സെറ്റ് ഓഫ് സ്റ്റാർട്ടറിലെ മെയിൻ ആയിട്ടായിരുന്നു. ഓരോ സ്റ്റാർട്ടേഴ്സിലും ഓരോ ഐറ്റംസ് മെയിൻ ആവുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് പൈനാപ്പിൾ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല നമ്മുടെ ഈ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ആയ കാരണമല്ല, ഹോളിലായാലെങ്കിലും എല്ലാവർക്കും ഒരു എന്താ പറയുക, കിച്ചണിലേക്കൊരു നിൽക്കാനും ഒരുമിച്ചിരുന്ന് കഴിക്കാനും സംഭവങ്ങൾക്കൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഇതേ അടുത്ത പരിപാടി, അടുത്ത സെറ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇവരുടെ റീൽസ് എടുക്കലാണ് കേട്ടോ. അച്ഛൻ ഭയങ്കര സീരിയസ് ആയി പഠിക്കുകയാണ്. ഗംഭീര ഡയലോഗ് പറയുന്ന സമയം കറക്റ്റ് ആവും. അല്ലല്ല റെഡി എങ്ങനെ അറിയാന്ന് ഞാൻ പറയും. ഓഹോ നിന്നെ പിരിഞ്ഞാലും ഇവന് വേദനിക്കുമല്ലേ അച്ഛൻ പറഞ്ഞോക്കോ. കൈ ഞാൻ പഠിക്കും രമേശനെ പഠിക്കണം. അപ്പൊ കൈ വന്നതിന് പോണട്ടോ. അത് എന്നോടാണ് സംസാരിക്കുന്നത്, രമേശനാണ് വെച്ചിരിക്കുന്നത്.
അപ്പൊ കണ്ടില്ലേ ബാഗ് കണ്ടില്ലേ രമേശേട്ടനെ വേദനിക്കുക. അപ്പൊ കൈ എന്നത് മാറരുത്. ഫസ്റ്റ് ടൈം ട്രയൽ ചെയ്യാം നമുക്ക്. ഡയലോഗ് അടിച്ചോ? അല്ല ഫസ്റ്റില് ഓഹോ നിന്നെ പിരിഞ്ഞിരുന്നാലും ഇവന് വേദനിക്കുക. ഓക്കെ അച്ഛ അരി വറക്കും പ്രാവശ്യം ഇതാണ് ഇപ്പൊ ഉണ്ടാവാൻ പോണ പഞ്ചായത്തിൽ അരി മുഴുവൻ വറക്കിയെടുക്കും. 2, 1 go. അച്ഛൻ എവിടേക്കും നോക്കണം, ഇതിലേക്ക് നോക്കണം. ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് കുറച്ച്. ഡയലോഗ് കറക്റ്റ് ആണെങ്കിൽ ടൈമിംഗ് ശരിയാക്കാൻ പറ്റും. ചിരിക്കരുത് കേട്ടോ, ചിരിക്കരുത്. പിന്നെ എന്തൊക്കെ കേട്ടോ, ഞാൻ 3, 2, 1 ഗോ എന്ന് പറഞ്ഞതിന് ശേഷം അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. ഞാൻ കഥാപാത്രത്തിലേക്കുള്ള പരകായ പ്രവേശനം. അച്ഛൻ ഇതാണ് ഞാൻ കേട്ടോ, ക്യാമറയാണ് ഞാൻ. അപ്പൊ എന്നെ നോക്കണം കേട്ടോ. 1 ഗോ. അച്ഛൻ ഇതിലേക്കല്ല നോക്കണത്, അച്ഛൻ ഇങ്ങടാ നോക്കണത്. അച്ഛന്റെ വ്യൂ കണ്ടു. ഹലോ അച്ഛൻ ഫോണിലേക്ക് മസിലൊക്കെ വന്നിട്ട് മസിലൊക്കെ വന്നിട്ട് അച്ഛൻ ഫുള്ളി ഫോണിലേക്ക് നോക്കിയത്. അച്ഛൻ ഈ ഫോണാണ് അച്ഛൻ്റെ ഐ കോണ്ടാക്ട്. സംഭവം തമാശയാണെങ്കിലും അച്ഛൻ കാര്യമായിട്ടാണ് കേട്ടോ റീൽസ് എടുക്കാറ്. ഭയങ്കര സീരിയസ് ആയി പഠിക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ഭയങ്കര ടെൻഷനിലൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് ഔട്ട്കമ്മൊക്കെ നന്നായി വരാൻ വേണ്ടി. ആ ഒരു ടെൻഷൻ കണ്ടു മുഖത്ത്. ബാക്കി എല്ലാവരും ഭയങ്കര തമാശയായിട്ട് ചില്ലായിട്ടാണ്. അങ്ങനെ ഇപ്രാവശ്യം നമുക്കൊരു 4-5 റീൽസ് എടുക്കാൻ പറ്റിയിട്ടോ, കുറേ ദിവസം ഉള്ളതുകൊണ്ട് തന്നെ. ഞാൻ പിന്നെ അപ്പത്തിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, അത് ഓർമ്മ അല്ല ആയത്തിലില്ല. 1, 2 ഇന്ന് തൊട്ടല്ലേ? 1, 2, 3 സ്റ്റാർട്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞോ അങ്ങനെ പറഞ്ഞതല്ലേ രമേശേട്ടൻ പറഞ്ഞത്. അല്ല അതിന് ഞാൻ ഡയലോഗ് എനിക്ക് അപ്പോഴേ തോന്നി ആർത്തി കണ്ടപ്പോ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ഡയലോഗ് അടിക്കട്ടെ. അത് കറക്റ്റാ. കറക്റ്റാ. പക്ഷെ ഏട്ടൻ കുറച്ച് ലേറ്റ് ആയി. എനിക്ക് ആ ഡയലോഗ് ഫുള്ള് പറഞ്ഞ എന്നാ പിന്നെ എന്ത് കണ്ടിട്ടാ ഞാൻ ഈ ഡയലോഗ് കേട്ടോ. എന്റെ കുട്ടനെ അഭിനയിക്കണ അങ്ങനെ ഇളക്കി കളിക്കണേ. അല്ല ഉണ്ടായിക്കോട്ടെ, പക്ഷെ അച്ഛൻ ബാക്കിലേക്ക് പോ, ഞാനെന്താ ചെയ്യാ? അച്ഛൻ ചിരിക്കരുത്. ഞാനും ചിരിക്കത്തില്ല. എപ്പോഴും എക്സ്പ്രഷൻ ഞാൻ കഥാപാത്രത്തിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം കയറി കഴിഞ്ഞിട്ട് കഥാപാത്രം എന്നെ മാറ്റി നിർത്തിയത് ഇവരെ മാറ്റി. അങ്ങനെയായാലും മതി. എന്റെ ഡയലോഗ് കഴിഞ്ഞാലേ പിന്നെ നേരെ ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നു. അങ്ങനെ സൈഡിക്കാക്കിയാൽ മതി. അപ്പൊ ഈ ആട്ടം ഉണ്ടാവില്ല. അച്ഛനെ മധുവല്ല ജനാർദ്ദനാണ് അച്ഛൻ. അച്ഛനാണ്. നിക്കണേ മധു. അങ്ങനെ കുറേ നേരത്തെ ആകല പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ഓഫ് സംഭവം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച് എങ്ങനെ ഒരു ഗുണമുണ്ട്. ഇത് അമൂറിൻ്റെ ഒരു സ്പെഷ്യൽ ഫിഷാണ്. ഇത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസാണ്, ഒരു തരി പോലും എണ്ണ ഇല്ലാതെ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ബോയിൽ ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് സോട്ട് ചെയ്ത് അതൊക്കെ കഴിച്ച് ഇതേ സമയം ഇങ്ങനെ കൗണ്ട് ഡൗൺ ആവാറായി. ഇത് ലാസ്റ്റ് സെറ്റ് ഓഫ് ഫുഡും കൂടെ ഇങ്ങനെ വളരെ സുഖസുന്ദരമായിരുന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കൗണ്ട് ഡൗണും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇതേ ന്യൂ ഇയർ സെലിബ്രേഷൻ ആവാറായില്ലോ. അപ്പോൾ നമ്മൾ എപ്പോൾ തുടങ്ങിയെന്ന് അറിയാം, നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗെയിംസും കൂടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഹോട്ടലിൽ പോയിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ഈ ഇടയിലുള്ള ഈ പരിപാടികളൊന്നും നടക്കില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുക, അത്രയല്ലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ റിസോർട്ടിലൊക്കെ പോകണം. പക്ഷേ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ട്രൈ ചെയ്തതാണ്. എല്ലായിടത്തും എന്താ പറയുക, ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഒരു 3 മാസം മുന്നേക്ക് ബുക്ക് ചെയ്താലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. പക്ഷേ എപ്പോഴും ഇതാണ് ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുക. വീടിൻ്റെ ആ ഒരു കംഫേർട്ട് അതൊരു വേറെ തന്നെയല്ലേ അല്ലേ.
അപ്പോൾ ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ. ഫൈനലി ന്യൂ ഇയർ മാത്രമല്ല, ഇതിനൊരു പ്രത്യേകത ഉണ്ട്, രംഷൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ എല്ലാ കൊല്ലത്തെ ന്യൂ ഇയറും ഡബിളാണ്. കഴിഞ്ഞ വർഷം ഇവരെല്ലാവരും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഒരു പ്രത്യേക രസമല്ലേ, നമ്മൾ 3 പേരും മാത്രമല്ലാതെ. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ന്യൂ ഇയറും ബർത്ത്ഡേയും ഒക്കെ അടിച്ച് പൊളിക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് കട്ടിങ് 12 മണിയായാലാണല്ലോ നമ്മൾ കേക്ക് കട്ടിയുള്ളൂ. ഈ പാട്ടിങ്ങനെ ഉറക്ക വെച്ചുകൊണ്ടാണ് കേട്ടോ നമുക്കിതൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പാട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കാം. വെല്ലച്ചിന് കൊടുക്കൂ. ആ ഇത് കൊടുത്തോ, ചെറിയ കഷ്ണം. വെളിച്ചെണ്ണ കൊടുക്കും. ഇങ്ങോട്ട് നോക്കിയിട്ട് ഹായ്. ഹാപ്പി ബർത്ത്ഡേ. അവിടൊക്കെ തുടങ്ങി കഴിക്കല്. അങ്ങനെ കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദേ കുട്ടികളൊക്കെ കേക്ക് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക. പിന്നെ നമ്മൾ എഗെയിൻ നമ്മൾ പാട്ട് വെച്ചു. അതാണ് എല്ലാവരും അങ്ങനെ ഡാൻസ് കളിക്കുന്ന കാണുന്നത്. കാരണം ആ ഒരു കുറച്ച് നേരം കോപ്പിറൈറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മളത് ഓഫ് ചെയ്തതായിരുന്നു. ഇനി നമ്മൾ കുറേ നേരം പാട്ടൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് 12 മണി കഴിയുമ്പോൾ ദേ രണ്ടാളിയനും അളിയനൊരു പൂതി പ്ലം കേക്ക് കഴിക്കണം. ഞങ്ങളുടെ അടുത്ത് ചീത്ത കേട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും തരില്ല എന്ന് പറഞ്ഞത്. കാരണം ഓൾറെഡി നമ്മളൊരു കേക്ക് വെച്ചു. ഒരു ആവശ്യമില്ലാതെ ഇതിൻ്റെ പ്ലം കേക്ക് നമുക്ക് ഡയലോഗ് ഇളക്കി കിട്ടി കഴിയപ്പോൾ എല്ലാവർക്കും വേണ്ട. രാത്രി 12 മണിക്ക് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിന് ഞങ്ങൾ ചീത്ത പറയണം, ഒരൊറ്റ ആൾക്കും തരില്ല, ഞാനൊരു ഷെണ്ണും മാത്രം കഴിക്കും എന്ന് പറഞ്ഞാൽ അവർ 2 പേരും കൂടെ ഇരുന്ന് കഴിക്കണം. പക്ഷേ ഞങ്ങളെല്ലാവരും കഴിച്ചു. സംഭവം നല്ല അടിപൊളി കേക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ സെഷനായി, റീൽസായി. നമ്മൾ കുറേ റീൽസ് പറഞ്ഞില്ലേ ഇപ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നല്ല ഫോട്ടോസും ഈ മെമ്മറീസൊക്കെയാണല്ലോ നമ്മുടെ ലൈഫിൽ ഏറ്റവും അടിപൊളിയല്ലേ. അപ്പം മിത്തുകുട്ടി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം മുത്തശ്ശൻ്റെ അച്ഛനെ. പിന്നെ ഡാൻസ് ആണെങ്കിലും ഭയങ്കര എന്താ പറയുക കോൺസെൻട്രേഷനിലാണ്, ഒരു പഠിപ്പിച്ചിട്ട് പോലെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോയത്. അടിപൊളിയായിരുന്നു. എല്ലാവരെയും ന്യൂ ഇയർ ഈ വർഷം വളരെ നന്നാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നന്നാവട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കും. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.